ഗൈസ്, റൂമിന്റെ 4 ചുമര് കണ്ടും മടുത്തപ്പം പുറത്ത് വെയിലൊന്ന് കാണാന്ന് വെച്ച് പുറത്തിറങ്ങിയതാണ് മക്കളെ. അപ്പോഴാണ് വെയിൽ പറഞ്ഞത് ഞാൻ 51 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്ന്. അത് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സങ്ങ് പതറി. കേട്ടപ്പോ ഒന്ന് പതരെങ്കിലും നമ്മൾ പതറാൻ നിന്നിട്ടില്ല കേട്ടാ. നേരെ ഒരു ഷോപ്പ് കയറി ഉള്ളു തണുക്കാൻ വേണ്ടി ഐസ്ക്രീമും ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ട്. പൈസ നോക്കിയിട്ടില്ല, പണം പോയി പവർ വരട്ടേന്ന്. അങ്ങനെ 5 മിനിറ്റത്തെ നടത്തത്തിൽ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാന്ന് തലച്ചോറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി പോലെ അപ്പാടെ നമ്മൾ കയറി. നമ്മളെ നാട്ടിലെ പോലെ ബസ് സ്റ്റാൻഡ് ഒന്നല്ല കേട്ടാ. നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ പൂച്ചി നായി ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ AC ഒക്കെ ആയിട്ട് നല്ല സേഫ് ആണ് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു മൊത്തത്തിലൊന്ന് തണുത്ത്. നമ്മളോടാ കളി. നമുക്കൊരു ചൂട് വലിയ പ്രശ്നമല്ല. ഇനി 50 അല്ല 100 ഡിഗ്രി ചൂട് വന്നാലും നമ്മളെ മലയാളികൾ ചായ തന്നെ കുടിക്കും അല്ലെ. പക്ഷെ ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ തണുത്തതാണ് കുടിച്ചത്. ആ കുടിയും തിന്നലൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് എന്തൊക്കെയോ ചിന്ത വന്നു. നമ്മളെ നാട്ടിലും ഇതുപോലത്തെ ബസ് സ്റ്റാൻഡ് വന്നതിന്റെ നല്ലതായിരിക്കൂലേ, പക്ഷെങ്കിൽ അത് നടക്കുമോ, അതൊക്കെയായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ഞാൻ കാര്യമായിട്ട് ചിന്തിച്ചത്. അപ്പൊ എന്റെ മോൻ പറഞ്ഞു വാ ഉമ്മ പോകാം, ചിന്തകളൊക്കെ പിന്നെ ആവാം. അങ്ങനെ 5 മിനിറ്റത്തെ നടത്തവും 15 മിനിറ്റത്തെ റെസ്റ്റിനും ഒടുവിൽ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഫ്രം ഫുഡി ഗേൾ 2.0.